മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ മെറ്റാ സിനിമകൾ അഥവാ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രങ്ങൾക്ക് എക്കാലത്തും സവിശേഷമായ സ്ഥാനമുണ്ട്. ഉദയനാട് താരം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ, ഡ്രൈവിംഗ് ലൈസൻസ്, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങൾ വെള്ളിത്തിരയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ക്യാമറ തിരിച്ച് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയവയാണ്. സിനിമ എന്ന മാധ്യമത്തിന്റെ പുറംമോടികൾക്കപ്പുറം അത് നിർമ്മിച്ചെടുക്കാൻ ചോരയും നീരും ഒഴുക്കുന്ന മനുഷ്യരുടെ കഥകൾ എപ്പോഴും ആകർഷകമാണ്. ആ നിരയിലേക്ക് തികച്ചും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റും മേക്കിംഗ് ശൈലിയുമായി എത്തിയിരിക്കുകയാണ് മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന കറുത്ത ഹാസ്യം നിറഞ്ഞ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ സംവിധായകൻ അഭിനവ് സുന്ദർ നായകാണ് ഈ ചിത്രത്തിന്റെ അമരക്കാരൻ. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നസ്ലിൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ ചിത്രം ഒരു കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ എന്ന ലേബലിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ചിത്രത്തിലെ പോലെ തന്നെ മേക്കിംഗിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾക്കും ഫ്രഷ്നെസ്സിനും സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണ ചലച്ചിത്രാനുഭവം എന്ന നിലയിൽ ചിത്രം എവിടെയൊക്കെ വിജയിച്ചു, എവിടെയൊക്കെ കാലിടറി എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടിക്കാലത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്കേ സിനിമ തലയ്ക്ക് പിടിച്ച വിനീത് മാധവ് എന്ന യുവാവാണ് ചിത്രത്തിന്റെ കേന്ദ്ര ബിന്ദു. ഒരു സാധാരണ സിനിമാക്കാരനാവുക എന്നതല്ല അവന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച ഫിലിം മേക്കർമാരിൽ ഒരാളാവുക എന്നതാണ് അവന്റെ സ്വപ്നം. എനിക്ക് വെറും ഒരു ഫിലിം മേക്കർ ആയാൽ പോരാ, ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് എന്ന വിനീതിന്റെ ഡയലോഗ് അയാളുടെ കഥാപാത്രത്തിന്റെ അടിത്തറ വ്യക്തമാക്കുന്നു. വിനീത് തന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അങ്ങേയറ്റം ബോധവാനാണ്. വഴിയിൽ വെച്ച് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെറിയ പ്രശസ്തിയോ പണമോ ഒന്നും അയാളെ തൃപ്തനാക്കുന്നില്ല. തന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് വിനീതിന്റെ കണ്ണ്. എന്നാൽ സിനിമ എന്നത് ഒരു വ്യക്തിയുടെ മാത്രം കലയല്ല, മറിച്ച് വലിയൊരു വ്യവസായം കൂടിയാണ്. വിനീത് തന്റെ അടങ്ങാനാവാത്ത പാഷനുമായി മുന്നോട്ട് പോകുമ്പോൾ സിനിമാ ലോകത്തെ അലിഖിതമായ നിയമങ്ങളും പ്രതിസന്ധികളും അയാളെ തേടിയെത്തുന്നു. കോംപ്രമൈസുകൾക്കൊട്ടും തയ്യാറാകാത്ത, സ്വന്തം ഈഗോയ്ക്കും തത്വങ്ങൾക്കും മുന്നിൽ മറ്റൊന്നിനും വില കൽപ്പിക്കാത്ത വിനീതിന്റെ സ്വഭാവം അയാൾക്ക് ചുറ്റും ശത്രുക്കളെയും പ്രശ്നങ്ങളെയും സൃഷ്ടിക്കുകയാണ്. സാഹചര്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വന്തം വിധി താൻ തന്നെ തീരുമാനിക്കുമെന്ന വിനീതിന്റെ ശാഠ്യവും സിനിമാ വ്യവസായത്തിലെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഉരസലുകളാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതിയെ മുന്നോട്ട് നയിക്കുന്നത്. രാമു സുനിലാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കേവലം ഒരു സംവിധായകന്റെ വിജയഗാഥ മാത്രമല്ല ഈ ചിത്രം. സിനിമ എന്ന മരീചികയ്ക്ക് പിന്നാലെ ജീവിതം ഹോമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണിത്. പുറത്തുനിന്ന് കാണുന്ന ഗ്ലാമറിനും ചുവപ്പ് പരവതാനികൾക്കും അപ്പുറം സിനിമയ്ക്കുള്ളിലെ കടുത്ത കിട മത്സരങ്ങൾ, കുതികാൽ വെട്ടലുകൾ, സ്വാർത്ഥതകൾ എന്നിവ തിരക്കഥാകൃത്ത് വളരെ നഗ്നമായി തന്നെ ചിത്രത്തിൽ കാട്ടിത്തരുന്നുണ്ട്. ചിത്രം പല വിധത്തിലുള്ള ലെയറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങളോളം സിനിമ സ്വപ്നം കണ്ട് നടന്ന് ഒടുവിൽ എവിടെയും എത്താതെ പോകുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങൾ ചിത്രം സെൻസിബിളായി ചർച്ച ചെയ്യുന്നു. ഒരു സൃഷ്ടി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ആരാണ് അതിന്റെ യഥാർത്ഥ അവകാശി? സംവിധായകനാണോ, എഴുത്തുകാരനാണോ, അതോ അതിന് പണം മുടക്കുന്ന നിർമ്മാതാവാണോ? ഈ ചോദ്യങ്ങളെല്ലാം ചിത്രം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. ഒരു സിനിമ അത് നിർമ്മിക്കുന്ന മനുഷ്യരെയും അവർക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, അവർക്ക് എങ്ങനെയാണ് പ്രത്യാശ നൽകുന്നതെന്നും ചിത്രം പരിവേഷണം ചെയ്യുന്നു. സിനിമയോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശവും അത് സൃഷ്ടിക്കുന്ന അന്ധമായ കിടമത്സരങ്ങളും തമ്മിലുള്ള ആ നേർത്ത വരയാണ് ചിത്രം പ്രധാനമായും അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് നസ്ലിൻ എന്ന എനർജറ്റിക് ആയ കൗണ്ടറുകൾ അടിക്കുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു പയ്യനാണ്. ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാനുള്ള വലിയൊരു ശ്രമമാണ് നസ്ലിൻ ഈ ചിത്രത്തിലൂടെ നടത്തിയിരിക്കുന്നത്. വിനീത് മാധവൻ എന്ന സങ്കീർണമായ പക്വതയുള്ള, ഉള്ളിൽ വലിയൊരു ഈഗോയും ദേഷ്യവും കൊണ്ടു നടക്കുന്ന കഥാപാത്രത്തെ തന്നാലാവും വിധം മനോഹരമായി അവതരിപ്പിക്കാൻ നസ്ലിന് കഴിഞ്ഞിട്ടുണ്ട്. വിനീതിന്റെ യൂണിക്കായ മാനറിസങ്ങൾ പിടിച്ചെടുക്കാൻ താരം നടത്തിയ ശ്രമങ്ങൾ പ്രശംസനീയമാണ്. എന്നാൽ പ്രേക്ഷകർ നസ്ലിൻ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഘടകം പൂർണ്ണമായി മായ്ച്ചു കളയാൻ തക്കവണ്ണമുള്ള ആഴത്തിലാണോ സംവിധായകൻ ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമുണ്ട്. പല ഗൗരവമേറിയ രംഗങ്ങളിൽ നസ്ലിന്റെ മുൻകാല കഥാപാത്രങ്ങളുടെ നിഴൽ വീണു പോകുന്നുണ്ടോ എന്നും പ്രേക്ഷകന് തോന്നാം. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, മുഹമ്മദ് സലീം, KM എന്നിവർ തങ്ങൾക്ക് ലഭിച്ച വേഷങ്ങൾ മികച്ചതാക്കി. ഇവരെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ജഗദീഷ്, അലക്സാണ്ടർ പ്രശാന്ത്, രാജേഷ് മാധവൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരടങ്ങുന്ന വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമയായതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം ചിത്രത്തിന് ഒരു റിയലിസ്റ്റിക് ലുക്ക് നൽകുന്നുണ്ട്. എങ്കിലും ഇതൊരു വലിയ താരനിരയുള്ളപ്പോൾ പല കഥാപാത്രങ്ങൾക്കും കൃത്യമായ സ്പേസോ കഥയിൽ നിർണായകമായ പങ്കോ ലഭിച്ചോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. പലരും വന്നു പോകുന്ന അതിഥി വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയി. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രം സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട്. സംവിധായകൻ അഭിനവ് സുന്ദർ നായകിനൊപ്പം നിതിൻ രാജ് അരോളും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. സാധാരണ സിനിമാ ശൈലിയിൽ നിന്നും മാറി ചില കട്ടിങ്ങുകളിലും ടൈം ലൈനുകളിലും എഡിറ്റ് പരീക്ഷണങ്ങൾ ഇവർ മുതിർന്നിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ പലപ്പോഴും സിനിമയുടെ ഒഴുക്കിനെ ബാധിക്കുകയും ചിത്രം അനാവശ്യമായി വലിച്ചു നീട്ടിയതുപോലെയുള്ള വിരസത പ്രേക്ഷകരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മോളിവുഡ് ടൈംസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ തിരക്കഥാ ഘടന തന്നെയാണ്. ഒരുപാട് ലെയറുകൾ
പോലുള്ള ഗൗരവമേറിയ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോഴും കഥയ്ക്ക് കൃത്യമായ ഒരു ഫോക്കസ് ഇല്ലാതെ പോകുന്നു. ഒരേ തരത്തിലുള്ള പ്രതിസന്ധികളും വിനീതിന്റെ ഒരേ രീതിയിലുള്ള പ്രതികരണങ്ങളും ആവർത്തിച്ചു വരുന്നത് ആസ്വാദനത്തെ ബാധിക്കുന്നുമുണ്ട്. ഡയലോഗുകളിൽ പലയിടത്തും നാടകീയതയും അനുഭവപ്പെടുന്നു. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള നായകനായിരുന്നിട്ടും പ്രേക്ഷകർക്ക് ആ ചിത്രം വലിയ രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞത് അതിലെ സ്വാഭാവികമായ ഒഴുക്കും ഡാർക്ക് ഹ്യൂമറും കൊണ്ടായിരുന്നു. എന്നാൽ മോളിവുഡ് ടൈംസിൽ എത്തുമ്പോൾ ആ ഒരു ബ്ലാക്ക് കോമഡി ട്രാക്ക് പൂർണ്ണമായി മിസ്സിംഗ് ആണ്. സിനിമ ഗൗരവമേറിയ ഒരു ഡ്രാമയായി മാറുമ്പോൾ പ്രേക്ഷകനെ അതിൽ കെട്ടിയിടാൻ ആവശ്യമായ വൈകാരിക കണക്ട് ചിത്രത്തിന് ലഭിക്കാതെ പോകുന്നു.